അപ്പോൾ ഇന്ന് മഹാനവമിയായിട്ട് തലേ ദിവസം തന്നെ വണ്ടിയൊക്കെ കഴുകി സുന്ദരക്കുട്ടപ്പനാക്കുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ പിടിയില്ല, അങ്ങ് കഴുകുക അത്ര തന്നെ. അപ്പോൾ നമ്മൾ വേഗം വണ്ടിയൊക്കെ കഴുകി. പിന്നെ നമ്മൾ പണ്ടത്തെ വണ്ടി ഉണ്ടല്ലോ അതും കൂടി കഴുകണമല്ലോ, പുതിയനെ കിട്ടിയുമ്പോൾ പഴയനെ മറക്കാറല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടി കഴുകുന്നുണ്ട്. വെള്ള വണ്ടി കഴുകുക എന്ന് വെച്ചാൽ ടാസ്ക്കാണ്, അപ്പടി പൊടിയായിരുന്നു. ഈ പ്രാവശ്യം വീട്ടിൽ തന്നെയാണ് ഗ്രന്ഥം വെച്ചത്, അമ്പലത്തിലൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒറ്റക്കാണുള്ളൂ, സാരി എടുത്ത് പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമെന്ന് തോന്നില്ല. അപ്പോൾ ഞാനതൊക്കെ മാറ്റി വേഗം ഒരു ടോപ്പ് എടുത്തിട്ട് അമ്പലത്തിൽ നിന്നും ടൗണിൽ നിന്നൊക്കെ പൂജയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അമ്പലത്തിൽ പോയിട്ട് വേഗം പൂജിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ തുളസിയൊക്കെ ചൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെത്തി. അടുത്തുള്ള തന്നെ വിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത്. അവിടെയൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാഹന പൂജയ്ക്കുള്ള റെസിപ്റ്റൊക്കെ മുറിച്ചിട്ടുണ്ട്. 4ാമത്തെ ടോക്കണാണ്. നേരത്തെ പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോരോ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പൂജിച്ച് സെറ്റായിട്ടുണ്ട്. പൂജിക്കുമ്പോൾ മെയിനായിട്ട് ചെറുനാരങ്ങിൻ്റെ മേലെ കൂടി റെഡിക്ക് കയറണമെന്നാണ് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്ത് ചെമ്മരത്തൂരിയ്ക്കുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.